friends, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ എല്ലാവർക്കും? കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു വീഡിയോസൊക്കെ? കുറേ ദിവസമായി വെജിറ്റേറിയൻ ഐറ്റംസ് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മളൊരു നോൺ വെജ് ആയിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് പ്രോൺസിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് കുറച്ച് പ്രോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പ്രോൺസ് വെച്ചൊരു നോൺ വെജ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഗ്രിൽഡ് പ്രോൺസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പ്രോൺസ് ഒരു 5-8 ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പ്രോൺസാണ് കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ തലഭാഗത്തുള്ളൊരു മുള്ളുണ്ട്, ആദ്യം അതൊന്ന് ഒടിച്ച് കളയുക. നമ്മളിതിൻ്റെ തോലൊന്നും പോക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതിനൊന്നിങ്ങനെ നടുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. അതൊന്ന് പൈപ്പിൽ ചോട്ട് കാണിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ടെയിൽ പോർഷൻ തൊട്ട് അതിന് തലഭാഗത്ത് വരെ നമ്മളൊന്ന് നടുക്ക് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. തലയുടെ തോട് ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്തതിന് ശേഷം അതിന് നടുക്കൊരു നാര് കാണും, ഒരു നെർവ് ഉണ്ട് അതിൻ്റെ നടുക്കിൽ. അതൊന്നും ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഒരു ഈർക്കിലോണ്ട് ഇങ്ങനെ കൊത്തിയെടുത്താൽ അങ്ങോട്ട് കിട്ടും. അതിനുശേഷം അത്യാവശ്യം നീളമുള്ള ഒരു ഈർക്കിലെടുത്ത് അതിൻ്റെ ടെയിൽ പോർഷൻ തൊട്ട് ഹെഡ് പോർഷൻ വരെ, അതിൻ്റെ തല വരെ നമ്മളൊന്നിങ്ങനെ നടുക്ക് കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള പ്രോൺസിൻ്റെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് വേണ്ട മസാല എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പ്രോൺസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിനകത്തേക്ക് വേണ്ടത് ഒരു സ്പൂൺ ബട്ടറാണ്. പിന്നെ ചോപ്പ് ചെയ്തേക്കുന്ന ഗാർലിക്, വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. അതിനുശേഷം ഒരു സ്പൂൺ കറിവേപ്പിലയും. ഈ 3 ഇൻഗ്രീഡിയൻസിലേക്കും നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് പ്രോൺസ് എടുത്തുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് പ്രോൺസിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ നടുക്ക് കൂടെ കട്ട് ചെയ്ത പോർഷനിൽ ആ തൊലിയൊക്കെ ഇളക്കി പതുക്കെ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാടങ്ങ് മുഴുവൻ വാരിത്തേക്കൊന്നും വേണ്ട. അതിൻ്റെ ആ ഗ്യാപ്പിലൂടെ പതുക്കെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ട് ചെയ്ത പോർഷൻസിലൂടെ നമ്മളവിടെയൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ തലഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ടെയിൽ തൊട്ട് തല വരെ അതിൻ്റെ ഒക്കെ ഫില്ല് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ വെക്കുക. പുറത്ത് തന്നെ വെച്ചാൽ അത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഈ ഫ്രൈയിങ് പാനിലേക്ക് നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട. കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് പതുക്കെ കൈകൊണ്ടൊന്ന് തടവിയതിന് ശേഷം ഓരോ പ്രോൺസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ടൂത്ത് പിക്സ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ സാധാ ഈർക്കിൽ തന്നെയാണ് എടുത്തത്. നല്ല പച്ച ഈർക്കിൽ നോക്കി എടുത്താൽ മതി. അപ്പോൾ ഓരോ പ്രോൺസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. വേറെ നമ്മൾ എണ്ണയൊന്നും ഓയിലൊന്നും അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് ബട്ടറാണ് ഉള്ളത്. ഒരു കുറച്ച് നേരം കുക്ക് ചെയ്താൽ മതി. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കുക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രോൺസ് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, ഒരു വെറൈറ്റി ഐറ്റമാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഒരു പ്രോൺ ഗ്രില്ല് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രിൽഡ് പ്രോൺസ്? അടിപൊളിയായിട്ടില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ഐറ്റമാണ്. സ്റ്റാർട്ടറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാം. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലിഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ഐറ്റംസായി ഇനിയും വരുന്നതായിരിക്കും. ഞാൻ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.